നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന 2026 മാർച്ച് മാസത്തിലെ കാർത്തിക മുക്കാല, രോഹിണി, മകീരത്തര, ഇടവക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന മാർച്ച് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് 15-ാം തീയതി വരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള 10-ലാണ് സൂര്യസ്ഥിതി. 15-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 15-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കർമ്മസിദ്ധി വന്നു ചേരുക, നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരിക. നിങ്ങളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നല്ല ഫലം വന്നു ചേരാറുമില്ല. പക്ഷേ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ധനം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രത്യേകിച്ച് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് ധനം വന്നു ചേരുമല്ലോ അതിൻ്റെ കൂടെ, അല്ലേ? അപ്പോൾ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവാണ് സൂചിപ്പിക്കുന്നത്. ജോലി ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 15-ാം തീയതിക്ക് ശേഷം 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏതൊക്കെയാണോ വ്യാധികൾ, ദുഃഖ ദുരിതങ്ങൾ, അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവാണ്. അപ്പം നിങ്ങളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ഓരോരുത്തർക്കും ഓരോ ദുരിതങ്ങളാണ്. അത് ഏതൊക്കെ ദുരിതങ്ങളായാൽ പോലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാധി വിനാശം വന്നു ചേരുക, ഐശ്വര്യം ഉണ്ടാവുക, ശുഭകർമ്മ ഫലം. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന, പ്രൊമോഷൻ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല, അല്ലേ? രോഗദുരിതങ്ങളില്ലാത്ത കാലയളവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ഈ വരുന്ന മാർച്ച് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ചൊവ്വയും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, ഭൂമി ലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷിലാഭം, ധനലാഭം വന്നു ചേരുക. 10-ലാണ് ബുധൻ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ബുധനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന മാർച്ച് മാസത്തിൽ ചൊവ്വയ്ക്കും ബുധനും ഒന്നും രാശിമാറ്റമില്ല. പൊതുവെ എല്ലാ മാസത്തിലും ചൊവ്വയ്ക്കും ബുധനും ഒക്കെ രാശിമാറ്റം ഉണ്ടാവാറുണ്ട്. എന്തായാലും 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയത്തെ തന്നെ സൂചിപ്പിക്കുന്നു. പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ കുറയുന്നൊരു കാലയളവ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടും ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഗുണാനുഭവങ്ങൾ, നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനെ കൊണ്ടായിക്കോട്ടെ, ചൊവ്വയെ കൊണ്ടായിക്കോട്ടെ, ബുധനെ കൊണ്ടായിക്കോട്ടെ, പ്രത്യേകിച്ച് എല്ലാം നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇടവക്കൂറുകാർ പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ. അതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. 2-ൽ നിൽക്കുന്ന വ്യാഴവും ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, അസൂയാനുക്കളുടെ വർധനവില്ലാതാവുക, ശത്രുനാശം ഉണ്ടാവുക, അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. അതായത് ഈശ്വരാധീനമുള്ള കാലയളവാണ് എന്നർത്ഥം. ഈ വരുന്നതായിട്ടുള്ള മാർച്ച് മാസത്തിൽ ശുക്രന് 3 രാശിമാറ്റമുണ്ട്. 2-ാം തീയതി വരെ ശുക്രൻ 10-ലാണ്. 2-ാം തീയതിക്കും 26-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ ശുക്രൻ 11-ലാണ്. അതിനുശേഷം 12-ലേക്ക് വരും. വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും 2-ാം തീയതി വരെ ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമല്ലല്ലോ. കലഹത്തിന്റെ കൂടെ തന്നെ ഒരു പരിധിവരെ അപമാനം ഉണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതുകൂടാതെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്, അല്ലേ?
ആ അഭിമാനത്തിന് ക്ഷതം വന്നു ചേരുന്നതായിട്ടുള്ള കാര്യമാണല്ലോ അപമാനം. നമുക്ക് പലവിധ കുറവുകളും ഉണ്ടാവാം. അപ്പൊ എന്തായാലും അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചൊരാനിക്കര ഭഗവതിയെ നല്ലോണം മനസ്സിലെത്തി വിചാരിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുക. എല്ലാവർക്കും എപ്പോഴും ചൊരാനിക്കരയിൽ വന്ന് തൊഴാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പൊതുവെ പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള നാമമാണല്ലോ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അതേപോലെ തന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. അറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ. ഇപ്പൊ ക്ഷേത്ര ദർശനം തന്നെ പറ്റാത്തവരുണ്ടാവും. ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് ഭഗവതിയെ നല്ലോണം മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയമില്ല, വെറും 2 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. 2-ാം തീയതി മുതൽ 26-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, കുടുംബസുഖം വന്നു ചേരുക. പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ധനലാഭത്തെ സൂചിപ്പിക്കുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 26-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുന്ന ശുക്രനെ കൊണ്ടും ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇടവക്കുറുകാർക്ക് ശുക്രനെ കൊണ്ട് 2-ാം തീയതി മുതൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. 11-ലാണ് ശനി, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഏത് ഗ്രഹങ്ങൾ 11-ന് നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ്. അത് പാപഗ്രഹം ആയിക്കോട്ടെ ശുഭഗ്രഹം ആയിക്കോട്ടെ. 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും വർദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാകുമ്പോൾ രോഗദുരിതങ്ങളില്ലാതാവുന്ന അവസ്ഥയുണ്ടല്ലോ അല്ലെ. അപ്പൊ ഏതൊക്കെയാണോ രോഗദുരിതങ്ങൾ, അതായത് ദീർഘമായിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള രോഗങ്ങൾ, ചെറിയ രീതിയിലുള്ള പനി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ദീർഘമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനലാഭം ഉണ്ടാവുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട്. 10-ലാണ് രാഹു. 10-ൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ജോലി സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല. വിചാരിക്കാതെ തന്നെ അരിഷ്ടതകൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് രാഹുവിനെ കൊണ്ട്. അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. സർപ്പത്താന്മാരെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവും. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള സർപ്പത്താന്മാരുടെ ക്ഷേത്രം ഉണ്ടല്ലോ. അപ്പം മഹാദേവന്റെ ആയിക്കോട്ടെ മഹാവിഷ്ണു ആയിക്കോട്ടെ ഏത് ക്ഷേത്രമാണെങ്കിലും സർപ്പത്താന്മാരുടെ പ്രതിഷ്ഠ ഉണ്ടാവും. അപ്പോൾ ആ സർപ്പത്താന്മാർക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മഞ്ഞപ്പൊടി എണ്ണയൊക്കെ സമർപ്പിക്കുക, വാങ്ങി നല്ലോണം മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം ഇല്ലാതാവും. 4-ലാണ് കേതു. 4-ൽ നിൽക്കുന്ന കേതുവും നമ്മുടെ കുടുംബത്തൊരു സുഖക്കുറവിനെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാൽ പോലും മറ്റു പല ഗ്രഹങ്ങളും വളരെ വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. സൂര്യനായിക്കോട്ടെ ചൊവ്വയായിക്കോട്ടെ ബുധനായിക്കോട്ടെ വ്യാഴമായിക്കോട്ടെ ശുക്രൻ 2 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വരുന്നതായിട്ടുള്ള കാലയളവ് എല്ലാം നല്ല ഫലമാണ്. ശനി നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാര് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിക്കേണ്ട കാലയളവാണ്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് പ്രത്യേകിച്ച് പ്രയത്നിക്കുക. ഗൃഹമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രയത്നിക്കുക. ജോലി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. യാതൊരു സംശയമില്ല, ശ്രമിക്കാതെ ഒന്നും നടക്കില്ലല്ലോ. എല്ലാം നല്ല രീതിയിലുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. നന്ദി, നമസ്കാരം.